വെയിലുള്ളൊരു ദിവസം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകണ്ടേ എന്ന് ഡൗട്ടുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മളിന്ന് പോയത് പയനീർ പാർക്ക്, ബേ ഫീൽഡിലുള്ള പയനീർ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബീച്ചിലേക്കാണ്. ഓൾമോസ്റ്റ് 3 hours ട്രാവലുണ്ട് ടൊറൻറ്റോ സ്കാർബ്രോന്ന്. ഹായ് ഗായ്സ്, ഞങ്ങളിവിടെ പയനീർ പാർക്ക്, ഹിഡൻ ജെം പയനീർ പാർക്ക് ബേ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടില് കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്കറിയത്തില്ല. ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇതാണ് എൻട്രൻസ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് അകത്തേക്ക് കയറുമ്പം ഇങ്ങനെ സ്റ്റേഴ്സ് ഒത്തിരി നല്ല വെയിൽ ഇറങ്ങി നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഗൈസ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. എല്ലാവരും പോകണം, എൻജോയ് ചെയ്യണം. താഴെ ബീച്ചാണ്, ബട്ട് ഒത്തിരി സ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു വ്യൂ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു പോയി ചെക്ക് ചെയ്യാം തണുപ്പൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് വിചാരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ സെയിം ഡ്രസ്സിൽ തന്നെ ഇറങ്ങി നോക്കി. പിന്നെ നമുക്ക് മനസ്സിലായി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ എന്നാൽ തണുപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, അപ്പം തണുപ്പില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഐഡിയയിൽ ഞങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. പക്ഷെ നമുക്ക് നിൽക്കാം. അപ്പം ഞങ്ങളിതേ പോയി ഡ്രസ്സൊക്കെ മാറി പയനീർ പാർക്ക് നമ്മൾ അവിടേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ട് ഞാനും ആളും പൊന്നും കൂടെ കഴിഞ്ഞേരം ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്കിങ്ങനെ ബീച്ചിലൊക്കെ കുളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല എന്താ പറയുക, നല്ലൊരു വെയിലുള്ള ദിവസം നോക്കി പോയാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഏകദേശം നല്ല തണുപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി കുറച്ച് നേരം നിന്ന് നമ്മുടെ ആ തണുപ്പ് സെറ്റാവുമെന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ വേവ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളിതേ ഫുള്ള് വെള്ളത്തിൽ കളിക്കാൻ ഞങ്ങൾ ഓണായി. പിന്നെ അങ്ങോട്ട് 2-3 പിക്ചറൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഈവനിങ് ആയിരുന്നു. സൺസെറ്റ് അവറായപ്പോഴത്തേക്കും നമ്മളവിടെ നിന്ന് പാക്ക് ചെയ്തു ബായ് പറഞ്ഞത്. സോ ഗൈസ്, പോവാത്തവരെല്ലാവരും പോയി എൻജോയ് ചെയ്യണം. ഇഫ് യു ഗൈസ് ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദിസ്, കമൻറ്റ് ചെയ്താൽ മതി. ഐ ക്യാൻ റിപ്ലൈ ദാറ്റ് ഫോർ യു.